പട്ടണത്തിന് നടുവിൽ നഗരവാസികൾ ഉയരമുള്ള മണിഗോപുരവും അതിൽ മനോഹരവും ഇമ്പകരവുമായ ശബ്ദം മുഴക്കുന്ന മണിയും സ്ഥാപിച്ചു. വർഷങ്ങളെടുത്തു അതിൻ്റെ പണി പൂർത്തിയാകുവാൻ. മണിയുടെ ഖ്യാതി അയൽനാടുകളിലേക്കും വ്യാപിച്ചു. മണി കാണുവാനും അതിൻ്റെ ശബ്ദം കേൾക്കുന്നതിനുമായി വിദൂര നഗരങ്ങളിൽ നിന്ന് പോലും അനേകം ആളുകളെത്തി. ഇതെല്ലാം കണ്ടപ്പോൾ നഗരവാസികൾക്ക് ഭയമായി. അടുത്ത പട്ടണത്തിലെ ജനങ്ങൾ ഈ മണി നിർമ്മിച്ചവനെ കൊണ്ട് ഇതുപോലും നിർമ്മിച്ചാൽ തങ്ങളുടെ പ്രശസ്തി അതോടെ നഷ്ടമാകും. അവർ മണിയുടെ ശില്പിയെ പിടിച്ച് കണ്ണും കാതും കുത്തിപ്പൊട്ടിച്ച ശേഷം നാട് കടത്തി. കുറച്ചു കാലത്തിന് ശേഷം ക്ലോക്ക് സമയം തെറ്റിച്ചോടുവാൻ തുടങ്ങി. മണിശബ്ദം അരോചകമായി. നന്നാക്കുവാൻ ആളുമില്ലാതായി. തങ്ങളെക്കാൾ മികച്ചവരായി ആരും ഉണ്ടാകരുന്ന ചിന്തയാണ് ഒരാളുടെ തകർച്ചയുടെ ആരംഭം. കൂടെ അസൂയയും പകയും മനസ്സിൽ പിറക്കുന്നു. രണ്ടു തരത്തിൽ വളരുകയും ജീവിത വിജയം നേടുകയും ചെയ്യുന്നവരുണ്ട്. ഇന്നലകളുമായി തട്ടിച്ചു നോക്കി തങ്ങളുടെ തന്നെ ജീവിതങ്ങളെ വിലയിരുത്തുകയും പരാജയങ്ങളെ തിരുത്തുകയും സ്വയം പുരോഗതിയും വിജയവും കൈവരിക്കുന്നവരുമാണ് ആദ്യ കൂട്ടർ. മറ്റുള്ളവരുമായി തങ്ങളെ താരതമ്യപ്പെടുത്തി സ്വന്തം വില തീരുമാനിക്കുന്നവരാണ് രണ്ടാമത്തെ വിഭാഗം. കഴിഞ്ഞ കാലവുമായി തുലനം ചെയ്ത് സ്വയം തിരുത്തുവാനും വളരുവാനും ശ്രമിക്കുന്നവർ ജീവിതത്തിൻ്റെ പടവുകൾ ചവിട്ടിക്കയറി ഉന്നതിയിൽ എത്തിച്ചേരും. മറ്റുള്ളവരെ അളവുകോലായി സ്വീകരിക്കുന്നവർ അവരൻ്റെ ചുറ്റും പ്രദക്ഷിണം ചെയ്ത് എങ്ങും എത്തിച്ചേരാതെ ജീവിതം ജീവിച്ചു തീർക്കേണ്ടി വരും. മെച്ചപ്പെടണമെന്ന ചിന്ത ജീവിത വിജയത്തിന് ഒഴിച്ചുകൂടാനാവാത്തതാണ്. തങ്ങളുടെ മികവിൻ്റെ ഉച്ചിയിലെത്തിച്ചേരുക എന്നതായിരിക്കണം ഒരുവൻ്റെ ലക്ഷ്യം. സ്വയം അറിയുക എന്നതാണ് ജീവിത വിജയത്തിൻ്റെ ആദ്യപടി. ദാർശനികർ നമ്മെ ഓർമ്മിപ്പിക്കുന്നതും അതാണ്. സ്വയം അറിയുക എന്നതാണ് ഏറ്റവും നല്ല അറിവ്. ഒരാൾ തൻ്റെ ശക്തിയും അതോടൊപ്പം ബലഹീനതയും തിരിച്ചറിയുക എന്നത് ജീവിത വിജയത്തിന് ആവശ്യമായ ഘടകമാണ്. അന്യൻ ദൃഷ്ടി കേന്ദ്രമായാൽ പിന്നെ അയാളിലേക്കായിരിക്കും ശ്രദ്ധ മുഴുവൻ. അവൻ്റെ ഉയർച്ചയുടെ ഓരോ പടവുകളും നമ്മിൽ അസ്വസ്ഥത നിറയ്ക്കുകയും പകയാൽ ഹൃദയം പുകഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. സ്വന്തം വളർച്ച ദ്രുതഗതിയിലാക്കുന്നതിനേക്കാൾ അവരൻ്റെ വളർച്ചയ്ക്ക് തടസ്സം സൃഷ്ടിക്കുന്ന മാർഗങ്ങളിലായിരിക്കും പിന്നീടുള്ള ഗവേഷണം. സ്വന്തം സമയവും ഊർജവും ചിന്തകളും അവരനെ തോൽപ്പിക്കാൻ ചിലവഴിച്ചാൽ പിന്നെ സ്വന്തം വളർച്ചയ്ക്ക് വ്യയം ചെയ്യാൻ സമയമെവിടെ? ഒരാളെ തോൽപ്പിച്ചാൽ മാത്രമേ ജയിക്കാൻ കഴിയൂ എന്ന ധാരണ തീർത്തും അപകടകരമാണ്. മത്സര ഓട്ടത്തിൽ പങ്കെടുക്കുന്ന ആൾ മറ്റുള്ളവരുടെ ഓട്ടത്തിൽ ശ്രദ്ധിച്ചാൽ ഒന്നാമതെത്താൻ സാധിക്കുമോ? മത്സരത്തിലുള്ള എല്ലാവരെയും ഓടിത്തോൽപ്പിച്ചാലും തൻ്റെ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സമയം ഓടിത്തീർക്കാൻ എടുത്തെങ്കിൽ അയാൾ എങ്ങനെ യഥാർത്ഥ ജേതാവാകും? ഏറ്റവും അവസാനമാണ് എത്തിയതെങ്കിലും കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച സമയം കണ്ടെത്തുന്ന ആളല്ലേ തൻ്റെ വളർച്ച ഓരോ ചൂടിലും ഉറപ്പിക്കുന്നത്? മറ്റുള്ളവരിൽ നിന്നും നമ്മുടെ ദൃഷ്ടി നമ്മിലേക്കും നമ്മുടെ ഇന്നലകളിലേക്കും നാളകളിലേക്കും പതിച്ചുകൊണ്ട് ശുഭാപ്തി വിശ്വാസത്തോടെ കഠിനാധ്വാനം ചെയ്യാം. ജീവിത വിജയം നമ്മോടൊപ്പം ആയിരിക്കും.